ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെ അന്തരാത്മാവിനെ പരിശോധിച്ച് നോക്കാം. നല്ലൊരു ഉറക്കം ലഭിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഇന്ന് നാം ആഗ്രഹിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് എല്ലാം നമുക്ക് നന്മയ്ക്കാക്കി മാറ്റിത്തീർക്കാൻ ശക്തനാണ്. കർത്താവെ, ഇന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഏറ്റുപറയുക. കർത്താവിന് എല്ലാം അറിയാം. അവിടുന്ന് നമ്മെ മനസ്സിലാക്കുന്നു. അവിടുന്ന് നമ്മോട് ക്ഷമിക്കുന്നു. നമ്മുടെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും കർത്താവിനോട് ഏറ്റുപറയുന്ന അതേ സമയം തന്നെ ക്ഷമിക്കപ്പെടുന്നു. അതിനാൽ ദുഃഖഭാരവും കുറ്റബോധവും എല്ലാം കർത്താവിൽ സമർപ്പിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ വേദനയും ദുഃഖവും വിഷമങ്ങളും രോഗങ്ങളും സമർപ്പിച്ച്, മനസ്സിൻ്റെ ദുഃഖം സമർപ്പിച്ച്, കർത്താവെ, ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുസ്വപ്നങ്ങളൊന്നും കാണാതെ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒന്നും ഓർക്കാതെ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പറയാം. നാളത്തെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവെ സാധിച്ചു തരണമേ എന്നും പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 41:1-3 വരെയുള്ള വാക്യങ്ങൾ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഏറ്റവും സ്നേഹവാനായ, രോഗികൾക്ക് ആശ്വാസമായ, സൗഖ്യദായകനായ കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ മുൻപ് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന ആഗ്രഹത്തോടെ എഴുന്നേറ്റുവെങ്കിലും ഈ സമയം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാൽ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നത്തെ ദിവസം പല മേഖലയിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാതെ പാഴാക്കി കളഞ്ഞു. കർത്താവെ, തെറ്റായ തീരുമാനങ്ങളും ആലോചനകളും കാരണം, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ മാറ്റിവെച്ചത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങ് ദാനമായി നൽകിയ സമയം ഒരിക്കലും ഇനി നഷ്ടപ്പെടുത്താതെ കൂടുതൽ വിവേകാത്മകമായി കാര്യങ്ങൾ ചെയ്യാൻ, സമയം ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുന്നതിന് നാളെ അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഈ രാത്രിയിൽ രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജേഷ് എന്ന ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രചന എന്ന ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജീവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയുണ്ടാകണമേ. ശ്രീഹരി എന്ന ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ ഒട്ടിസം രോഗത്തിൽ നിന്ന് അവനെ സുഖപ്പെടുത്തണമേ. കർത്താവെ, രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്കമ്മ അലക്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ചൊരിയണമേ. ഫ്രാൻസിസ് ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മകൻ്റെ മേൽ നീ കരുണയുണ്ടാകണമേ. ശരീരമാസകലമുള്ള വേദനയും രോഗങ്ങളെയും നിനക്ക് സുഖപ്പെടുത്താൻ സാധിക്കുമല്ലോ. കർത്താവെ, ഞങ്ങളുടെ രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് ഒന്ന് തൊട്ടാൽ ഞങ്ങൾ സൗഖ്യപ്പെടും. ഈശോയെ, അങ്ങ് തൊട്ട രോഗികളെല്ലാം പൂർണ്ണ സൗഖ്യത്തിലേക്ക് തിരികെ വന്നു. ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സ്പർശനത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവെ, നിൻ്റെ കരുണയുള്ള
കരം ഞങ്ങളെ തൊടണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരഭാഗത്തിൽ തല മുതൽ പാദം വരെയുള്ള രോഗാവസ്ഥയിൽ കഴിയുന്ന ശരീരഭാഗത്തിൽ, വേദനയുള്ള ശരീരഭാഗത്തിൽ, നീർവീഴ്ചയുള്ള ശരീരഭാഗത്തിൽ കർത്താവേ നീ തൊടണമേ. ഞങ്ങളുടെ ശരീരത്തെ നീ തൊടണമേ. ഇന്ന് നീ തൊട്ട് ഞങ്ങൾക്ക് നല്ല ഒരു സൗഖ്യം നൽകി, നല്ലൊരു ഉറക്കം നൽകി, സമാധാനവും സന്തോഷത്തോടെയും കിടന്നുറങ്ങാൻ സഹായിക്കണമേ. കർത്താവേ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങ് ഞങ്ങളോട് ദയ കാണിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തണമേ. നിന്റെ സ്നേഹവും സൗഖ്യവും സമാധാനവും അയച്ച് ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പേടിപ്പെടുത്തുന്ന എല്ലാ സ്വപ്നങ്ങളിൽ നിന്നും, ഭയപ്പെടുത്തുന്ന എല്ലാ ഓർമ്മകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ച് സുഖമായ ഒരു ഉറക്കം നൽകി അതിരാവിലെ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നീ അവരോട് കരുണ തോന്നണമേ. നീ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം നീ കരുണ തോന്നി അവരെ രക്ഷിക്കണമേ, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകി നാളെ അതിരാവിലെ കർത്താവ് ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കാനുള്ള കൃപ നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമേ. കർത്താവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. Good night and God bless you.